ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാരിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് നിന്നിട്ട് റിസോർട്ടിലേക്ക് ഒരാഴ്ചത്തേക്കുള്ളൊരു വെക്കേഷൻ എല്ലാവർക്കും കൂടി പോകാം, മുത്തശ്ശൻ അതൊരു ആശ്വാസമാകുമല്ലോ എന്ന് ആദർശ് പറയുമ്പോൾ കുടുംബമായിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിന് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും എല്ലാവരും ധരിപ്പിക്കാനായിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശനും വരുന്നുണ്ട്, ആദർശും ജയനും എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ അവിടെ വന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടുണ്ട്. നമ്മളിവിടെ അടുത്തുള്ളൊരു റിസോർട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് ഒരു ആഘോഷത്തിന് അല്ലെങ്കിൽ ഒരു വെക്കേഷന് വേണ്ടി നമ്മൾ പോവുകയാണ് എല്ലാവരും കൂടിയിട്ടെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ മുത്തച്ഛനും ഒരു റിലാക്സേഷൻ ആവും, ഞങ്ങൾക്കും ജോലി ഭാരങ്ങളൊക്കെ ഒന്ന് കുറയുന്നതിൽ നിന്നും ഒരു മാറ്റം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, അപ്പോൾ എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക, ബിസിനസ് കാര്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചെറിയച്ഛനും ജയനോടെ ഉണ്ടല്ലോ എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അതിനെന്താ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ബാക്കി എല്ലാവരും പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ നേരത്ത് ജലജ ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടി പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ അതിൻ്റെ ത്രില്ലിലാണ്. പക്ഷേ ബാക്കി ഈ നയനെയും നവ്യനൊന്നും കൊണ്ടുപോകുന്നതിൽ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ജാനകിയുടെ അടുത്ത് ചെറിയച്ഛൻ പറയുന്നത്, നീ പൊക്കോളൂട്ടോ ഞാനില്ലെങ്കിലും എന്ന് പറയുകയാണ്. അപ്പോൾ ജാനകി തലാട്ടാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇവരൊന്നും ഇല്ലെങ്കിലും ഞാനിവിടെ നിൽക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കി അറേഞ്ച് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അഭി നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ജയനും ഉണ്ട്, അതേപോലെ ജാനകിയുടെ ഭർത്താവും ഉണ്ട്. നീയാണെന്നുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം നവ്യയും കൂട്ടി പുറത്തേക്കൊന്നും പോയിട്ടില്ല, അവൾ ഈ വീട്ടിൽ തന്നെയല്ലേ അടഞ്ഞുകൂടിയിരിക്കുന്നത്, അവൾക്ക് മനസ്സിനൊരു ഉല്ലാസം കിട്ടുന്നതായിട്ട് തോന്നുന്ന കാര്യങ്ങളൊന്നും തന്നെ നീ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു റിസോർട്ടൊക്കെ എടുത്ത് നമ്മളൊന്നും വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നീ എന്തായാലും വരണം, അവളെയും കൂട്ടിക്കൊണ്ടെന്ന് പറയുകയാണ്. ആ സമയം അഭി മനസ്സിലാലോചിക്കുന്നുണ്ട്, ദൈവമേ പെട്ടുപോയല്ലോ, ഇവളൊപ്പം പോയി കഴിഞ്ഞാൽ എന്ത് വെക്കേഷൻ എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവരും ഒരു കാര്യം ചെയ്യും, വേഗം തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തോളൂ, നാളെ തന്നെ നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം ജാനകി പറയുകയാണ്, നയനമോളെ നീ പോയിട്ട് വേഗം തന്നെ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ, നമ്മളെല്ലാവരും നാളെ ആഘോഷത്തിനായിട്ട് പോവുകയാണെന്നല്ലോ എന്ന് പറയുമ്പോൾ ദേവിയാനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടി പോയാൽ എങ്ങനെയാണ്, അതൊന്നും ശരിയാവില്ല, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏട്ടനും അതേപോലെ ബാക്കി എല്ലാവരും കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടതാണ്, വീട് പൂട്ടി പോകാനായിട്ട് പറ്റില്ല, അപ്പോൾ ഇവിടെ ആരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് നയൻ ഇവിടെ നിന്നോട്ടെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒരാവശ്യവും ഇല്ല ഇവിടെ, കാരണം ആ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നോളും. പിന്നെ നയനയുടെയും ആദർശിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല, അവരിതുവരെയായിട്ട് ഒരു ഹണിമൂണിന് പോലും പോയിട്ടില്ല, ഞാനിപ്പോൾ പോകുമ്പോൾ അവരും കൂടെ വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ ആദർശ് പോകുമ്പോൾ നയന മാത്രം വീട്ടിൽ നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പം ജയൻ പറയുന്നുണ്ട്, നീ എന്നെപ്പറ്റി ആലോചിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും പൊക്കോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിക്കൊള്ളാം എന്ന് അവൻ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ദേവയാനിക്ക് മറുപടി ഒന്നും പറയാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് പോയിട്ട് നാളത്തെ പോകാനുള്ള ബാഗൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പം നയന വളരെ സന്തോഷത്തിൽ നേരെ റൂമിലേക്ക് പോവുകയാണ്. ആ സമയം മുത്തശ്ശൻ മനസ്സിലാലോചിക്കുന്നുണ്ട്, എൻ്റെ കണ്ണടയണേക്കാളും മുമ്പ് നിങ്ങൾ പരസ്പരം ഇണപിരിയാൻ പറ്റാത്ത ആളുകളെപ്പോലെ മാറിയിരിക്കണം, നീയില്ലാതെ ആദർശനും ആദർശില്ലാതെ നയനയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കിടന്ന് കാണിക്കുന്നത്, അവിടെ പോയി കഴിയുമ്പോൾ കുറച്ച് സ്നേഹവും കരുതലൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മനസ്സിൽ മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവരങ്ങനെ പോകുന്നത് കാണിച്ചിട്ട്. അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വന്നിട്ട്, നാളെ രാവിലെയല്ലേ പോകുന്നത്, അപ്പോൾ ആ നേരത്ത് വെറുതെ തിക്കും തിരക്കൊന്നും കൂട്ടണ്ടല്ലോ, ഇപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചാൽ ഒന്നും മിസ്സാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നയന എല്ലാം ഇങ്ങനെ ബാഗിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്, ആദർശിൻ്റെയും നയനയുടെയും സാധനങ്ങളെല്ലാം കൂടെ. അപ്പോൾ അവൾ സന്തോഷത്തിലാണ്. അപ്പോൾ അങ്ങനെ ബാഗ് ഒതുക്കിക്കൊണ്ട് നിൽക്കുന്ന നയനയെ കണ്ടുകൊണ്ടാണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, നീ എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ, കേട്ടില്ലേ മുത്തശ്ശൻ പറഞ്ഞത്, എല്ലാവരും കൂടിയിട്ട് ഏതൊരു റിസോർട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ
സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണെന്ന് പറയുമ്പോൾ ആദർശാണെന്നുണ്ടെങ്കിൽ നയനയെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ സംസാരിക്കുകയാണ്. നിനക്ക് എന്താണ് സുഖം? ഓ ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് പണിയൊന്നും ചെയ്യണ്ട, സുഖിച്ച് റൂമിലിരുന്ന് ഭക്ഷണമൊക്കെ വരുമ്പോൾ സുഖമായി 10 പൈസ ചിലവില്ലാതെ അതൊക്കെ തിന്ന് തീർത്തിട്ട് സുഖിച്ച് കിടന്നിറങ്ങി എണീക്കാം. എന്താ നിന്നെപ്പോലെ ഭാഗ്യമുള്ള വല്ലവരുണ്ടോ? ഇനിയിപ്പോൾ റിസോർട്ടിൽ പോകണമെങ്കിൽ 1 രൂപ പോലും മുടക്കാൻ വേണ്ട, നിനക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം, ഒതുക്കിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ അഭിമാനം കുറച്ച് കൂടുതലായ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടോടുകൂടി നയന ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് കബോർഡിലേക്ക് അവളുടേത് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ആദർശിൻ്റെ ഡ്രസ്സുകളും അവന് വേണ്ട സാധനങ്ങളെല്ലാം ബാഗിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ വെറുതെ ഉള്ള സ്ഥലത്തേക്ക് വരാനായിട്ട് നിൽക്കുന്നില്ല, നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് എനിക്കിത്തിരി അഭിമാനമുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഡ്രസ്സുകളെല്ലാം എടുത്ത് കബോർഡിലേക്ക് തന്നെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ആദർശിൻ്റെ സാധനങ്ങളും ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് ബാഗിലാക്കുകയാണ്. ആ സമയം ആദർശ് നയനയോട് പറയുന്നുണ്ട്, അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ മുത്തശ്ശനോട് പോയി പറയാം നയന വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതായിട്ട് നയന പറയുന്നുണ്ട്, നിങ്ങൾ പോയി പറഞ്ഞോ, അപ്പോൾ വരാത്തതിൻ്റെ കാരണം എന്താണെന്നും ഞാനും പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വരാത്തതെന്നുള്ള കാര്യം ഞാൻ എന്നെ മുത്തശ്ശനോട് പറഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ആദർശം ആലോചിക്കുന്നത്, ദൈവമേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വലിയ സ്നേഹത്തിലൊന്നല്ല അഭിനയമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മുത്തശ്ശന് അതൊരു വിഷമമായി തീരും. എന്തെങ്കിലും പറഞ്ഞ് ഇവളെ മനസ്സ് മാറ്റിയിട്ട് ഇവളെ ട്രിപ്പിലേക്ക് വരാനായിട്ട് ഒരുക്കണമല്ലോ. വെറുതെ അവളോട് തല്ലുപിടിക്കാനായിട്ട് നിന്നോളും, മര്യാദയ്ക്ക് ഡ്രസ്സുകളെല്ലാം ഒതുക്കി വെച്ചിട്ട് വരാനായിട്ട് നിന്നതായിരുന്നു എന്ന് ആദർശ് ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനത് നിന്നോട് വെറുതെ പറഞ്ഞതാണ്, നീ ഇനിയിപ്പോൾ മുത്തശ്ശനോടൊന്നും പോയി പറയാനൊന്നും നിൽക്കൊന്നും വേണ്ട, നീ ഇല്ലാതെ ഞാനെങ്ങനെ പോകാനായിട്ടാണ്, നിന്നെ ഞാൻ സഹായിക്കണോ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് തന്നെ ഒരു മനംമാറ്റം, ഞാൻ മുത്തശ്ശനോട് പോയി പറയുമെന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നുമല്ല, നമ്മൾ ഇതുവരെയായിട്ട് പുറത്തൊന്നും പോയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പം നമ്മൾക്ക് എന്തായാലും നമുക്ക് ഒരുമിച്ച് പോവാമല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ ഈ ഒരു കാര്യമൊന്നും മുത്തശ്ശനോട് പോയി പറയാനായിട്ട് നിൽക്കൊന്നും വേണ്ട, ഞാൻ നിന്നോട് തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഓ അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല, നിങ്ങൾ എന്നോട് സോറി പറ, എന്നാൽ മാത്രമേ ഞാൻ വരാനായിട്ട് തയ്യാറാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇവളോട് ഇപ്പോൾ സോറി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവൾ ഇതെല്ലാം കൂടി മുത്തശ്ശനോട് പോയി പറയുകയും ചെയ്യും, ഞാനിവിടെ നാടകം കളിക്കാമെന്ന് തോന്നുകയും ചെയ്യും. അത് കേട്ട് മുത്തശ്ശനും വയ്യാണ്ടാവും. അപ്പോൾ അതിനും ഭേദം ഇവളോട് ഒരു സോറി പറഞ്ഞ് പ്രശ്നം തീർത്തിട്ട് ഇവളെ വരാനായിട്ട് തയ്യാറാക്കുകയാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിട്ട് ആദർശ് പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ ഞാൻ നിന്നോട് പറഞ്ഞതിനെല്ലാം സോറി, തിരിച്ചെടുത്തിരിക്കുന്നു, അറിയാതെ പറഞ്ഞു പോയതാണ്, നീ വരാനുള്ള ഡ്രസ്സുകളെല്ലാം വീണ്ടും ഒന്ന് പാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു പറയാണ്. അപ്പോൾ ആദർശ് സോറി പറയുന്നത് കേട്ടിട്ട് നയനയ്ക്ക് ചിരി വരുന്നുണ്ട്. അങ്ങനെ അവൾ ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. അങ്ങനെ നയനയെ കാണിച്ചുകൊണ്ട് മറ്റൊരു പത്തരമാറ്റിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഒന്ന് പോകാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ്സിൻ്റെ റിവ്യൂ അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.